ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ലോട്ട് ക്രിയയായിട്ട് വരുന്ന വാക്യങ്ങളാണ് പഠിച്ചത്. ഇന്നും അത് തന്നെയാണ്. നോക്കാം നമുക്ക്. ഒന്നാമത്തത്, നീ ഈ വൃക്ഷങ്ങളെ എണ്ണൂ. അപ്പം ആരെങ്കിലും പറയാണ്, ഓർഡർ ചെയ്യുകയാണല്ലേ. നീ ഈ വൃക്ഷങ്ങളെ എണ്ണൂ. നീ എന്ന് പറയുമ്പോൾ അറിയാം. നീ ത്വം ഈ വൃക്ഷങ്ങളെ. ഇപ്പം വൃക്ഷങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് വൃക്ഷ ശബ്ദം പുല്ലിംഗ ശബ്ദമാണ്. വൃക്ഷ വൃക്ഷോ വൃക്ഷാഹ. പക്ഷേ വൃക്ഷങ്ങളെയാണ്. അപ്പോൾ എന്താണ്? ദ്വിതീയ ബഹുവചനമാണ്. പിന്നെ വൃക്ഷം വൃക്ഷോ വൃക്ഷാൻ. പക്ഷേ ഈ എന്നുള്ളത് എന്ത് തന്നെ ആയിരിക്കണം? ദ്വിതീയ ബഹുവചനം തന്നെ ആയിരിക്കണം. അതെങ്ങനെയാണ്? വൃക്ഷശബ്ദം പുല്ലിംഗമാകുമ്പം ഈ എന്നുള്ളതും പുല്ലിംഗം തന്നെ വേണം. ഏഷഹ ഏഷഹ ഏതൗ ഏതേ. അതിൻ്റെ പിന്നെ ദ്വിതീയ ഭക്തി എങ്ങനെ വരും? ഏതം ഏതൗ ഏതാൻ. അപ്പോൾ ഇവിടെ ഏതാനാണ്. ഏതാൻ വൃക്ഷാൻ. ഏതാൻ വൃക്ഷാൻ. ഏതാൻ വൃക്ഷാൻ. ഇനി എണ്ണു ഗണധാതുവാണ്. ഗണയതി ഗണയത ഗണയന്തിയാണ് വർത്തമാനകാലം ലട്ട്. അതിൻ്റെ ലോട്ട് എങ്ങനെ പറയും? ഗണയതു ഗണയതാം ഗണയന്തു. പിന്നെ ഗണയ ഗണയതം ഗണയത. അപ്പം നിയാമം ഗണയ ഗണയ. ഇനി ഇവിടെ തൊമ്മല്ല യുവമായിരുന്നെങ്കിൽ ഗണയ ഗണയത്തമായിരുന്നു ഇവിടെ വന്നേനെ. യുയമായിരുന്നെങ്കിലോ ഗണയ അല്ല ഗണയ ഗണയതം ഗണയത്തയാണ്. അടുത്തത്, എന്താണോ ഇഷ്ടം അത് കഴിക്കൂ. എന്താണോ നേരത്തെ ഒരു വന്നിരുന്നു. എന്താണ്? യത് യത് യത്. ഇഷ്ടം എന്നുള്ളത് അവിടെ വർത്തമാനകാലത്തിലാണ് പറഞ്ഞത്. ലട്ടാണ്. പിന്നെ ഇച്ഛതി. അപ്പം ഇച്ഛത് എന്നാകുമ്പോൾ എന്താണോ ഇഷ്ടം ആരോടാണ് പറയുന്നത്? രണ്ടാമത് ഒരാളോടാണല്ലേ. അപ്പം തൊമ്മല്ലേ, മധ്യമപുരുഷൻ വരണം. അപ്പം ഇച്ഛ ധാതുവിൻ്റെ മധ്യമപുരുഷൻ വർത്തമാനകാലം ഇച്ഛതി ഇച്ഛതഃ ഇച്ഛന്തി ഇച്ഛസി. എത് ഇച്ഛസി. ഇച്ഛസി എന്ന് പറയുമ്പോൾ അറിയാം അവിടെ എന്താണ്? ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്. തൊമ്മുണ്ട്. എത് ഇച്ഛസി അത് കഴിക്കൂ. അത് തത്. ഇത് എന്നുള്ളത് പിന്നെ എന്നുള്ളത് അത് തത്. തത് കഴിക്കൂ. കഴിക്കുക എന്നുള്ളത് തന്നെ ഭക്ഷേതി ഭക്ഷേതഃ ഭക്ഷയന്തി വർത്തമാനകാലം. അതിൻ്റെ ലോട്ട് ഭക്ഷയതു ഭക്ഷയതാം ഭക്ഷയന്തു. അപ്പോൾ മധ്യപുരുഷൻ ഭക്ഷയ. തത് ഭക്ഷയ. തത് ഭക്ഷയ. അടുത്തത്, വിപത്തിൽ ധൈര്യത്തോടെ നിൽക്കൂ. വിപത്ത് എന്ന് പറയുമ്പം വിപത് ശബ്ദമാണ്. അതിൻ്റെ വിപത്തിൽ എന്ന് പറയുമ്പം സപ്തമി ഏകവചനം വിപതി. വിപതി. ഇനി ധൈര്യത്തോടെ. ധൈര്യം തന്നെയാണ്. പക്ഷെ അത് ഓടെ വരുമ്പോഴത്തേക്ക് തൃതീയ ഏകവചനം. ധൈര്യത്തോടെ ധൈര്യേണ. ധൈര്യേണ. ഇനി നിൽക്കൂ നിൽക്കൂ. തിഷ്ഠധാതു. തിഷ്ഠതി തിഷ്ഠതഃ തിഷ്ഠന്തി വർത്തമാനകാലം. അതിൻ്റെ ലോട്ട് വരുമ്പം തിഷ്ഠതു തിഷ്ഠതാം തിഷ്ഠന്തു. പിന്നെ ഇവിടെ ആരോട് പറയാം? സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പം തിഷ്ഠ. ത്വം തിഷ്ഠ. ധൈര്യേണ വിപതി ധൈര്യേണ തിഷ്ഠ. ധൈര്യേണ തിഷ്ഠ. ഇനി നദികളുടെ ജലത്താൽ വയലുകൾ നനയ്ക്കൂ. നദികളുടെ എന്ന് പറയുമ്പോൾ നദീ ശബ്ദത്തിൻ്റെ ഉടേ വരുമ്പോൾ ഷഷ്ടി ബഹുവചനമാണ്. നദ്യാഹ നദ്യോഹോ നദീനാം. നദീനാമാണ്. നദീനാം നദീനാം. അടുത്തത് ജലത്താൽ. ജലത്താൽ എന്നുള്ളത് തൃതീയ ഏകവചനം. ജലേന. ജലേന. വയലുകൾ. വയലിന് ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. അത് ക്ഷേത്രം ക്ഷേത്രേ ക്ഷേത്രാണി. അത് നപുംസകലിംഗമാണ്. അപ്പം ഇവിടെ വയലുകൾ ക്ഷേത്രാണി. ക്ഷേത്രാണി. ഇനി നനയ്ക്കുക എന്നുള്ളത് എന്താ? നീയാണ്. തൊമ്മാണ്. അപ്പം നനയ്ക്കുക എന്നുള്ളത് സിഞ്ച് ധാതുവാണ്. സിഞ്ച് ധാതു. സിഞ്ചതി സിഞ്ചതഃ സിഞ്ചന്തി വർത്തമാനകാലത്ത്. ലോട്ട് വരുമ്പം സിഞ്ചതു സിഞ്ചതാം സിഞ്ചന്തു. പിന്നെ തൊം വരുമ്പോൾ സിഞ്ച.
സിഞ്ച. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ നദികളുടെ ജലത്താൽ നിങ്ങൾ നനയ്ക്കൂ എന്ന് പറഞ്ഞാൽ യൂയം. യൂയം ആകുമ്പോഴത്തേക്ക് യൂയം നദീനാം ജലേന ക്ഷേത്രാണി സിഞ്ചാലല്ലോ തോം വരുമ്പോൾ സിഞ്ച സിഞ്ചതം സിഞ്ചത. അടുത്ത നീ എന്ത് പറയുന്നു, സ്പഷ്ടമായി പറയൂ. നീ എന്ത് പറയുന്നു, നീ ത്വം. എന്ത്, കിം. കിം അടുത്ത നോക്കിക്കോളൂ. പറയുന്നു എന്നുള്ളത് പിന്നെ ബ്രൂധാതു ആയിട്ടാണ് പറയുന്നത്. ബ്രൂധാതു. ബ്രവീതി ബ്രൂത ബ്രുവന്തി ആണ്. ബ്രവീതി അതായത് വേറെയും പറയാം, വധുധാതുവും പറയാം. പക്ഷേ ഇവിടെ ബ്രൂധാതുവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തോന്നാണ് ബ്രവീതി, ബ്രവീഷി. ത്വം വരുമ്പോൾ ബ്രവീഷി. ത്വം ബ്രവീഷി. ബ്രവീഷി. ഇനി സ്പഷ്ടമായി പറയൂ എന്നാണ്. സ്പഷ്ടമായി പറയൂ. അപ്പോൾ അവിടുത്തെ പറയൂ എന്നുള്ളത് എന്താണ്, ലോട്ടാണ്. സ്പഷ്ടം എന്നുള്ളത് സ്പഷ്ടം തന്നെയാണ്. സ്പഷ്ടം. ഇനിയാണ് പറയൂ എന്നുള്ളത്. പറയൂ എന്നുള്ളത് എന്തോന്നാണ്, അവിടെ ലോട്ടാണെന്ന് പറഞ്ഞു, ബ്രൂധാതു ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ബ്രവീതു ബ്രൂതാം ബ്രുവന്തു ആണ് പ്രഥമ ഒരു പുരുഷൻ. മധ്യപുരുഷൻ വന്ന ബ്രൂഹി ബ്രൂതം ബ്രൂത ബ്രൂഹി ആണ്. അപ്പോൾ ഇവിടെ ത്വം വരുമ്പോൾ ബ്രൂഹി. സ്പഷ്ടം ബ്രൂഹി. സ്പഷ്ടം ബ്രൂഹി. അടുത്തത് വീഴുന്ന പഴങ്ങളെ ഇവിടെ കൊണ്ടുവരൂ. വീഴുന്ന പഴങ്ങൾ. വീഴുക എന്നുള്ളതിന് പദ്ധതിയാണ് അല്ലേ. പദ്ധതി പദ്ധതഃ പതന്തി. വീഴുന്ന. അപ്പോൾ വീണുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം പതന്തി. വീഴുന്ന പഴങ്ങളാണ്. അത് ബഹുവചനമാണ്. അപ്പോൾ പതന്തി. പതന്തി. പതന്തി വീഴുന്ന ഫലങ്ങൾ. പഴങ്ങളെന്ന് പറയുമ്പോൾ ഫലം. ഫലം ഫലേ ഫലാനി. ഫലാനി വീഴുന്ന പഴങ്ങളെയാണ്. അപ്പം പഴം എന്നുള്ളതിന് ഫലം ഫലേ ഫലാനി പ്രഥമ വിഭക്തി. ദ്വിതീയ വിഭക്തി ബഹുവചനമല്ലേ വരേണ്ടത്. ദ്വിതീയ എങ്ങനെയാണ്, ഫലം ഫലേ ഫലാനി. അങ്ങനെയാണ് നൗസാലികത്തിൻ്റെ വരുന്നത്. അപ്പം ഇവിടെ ഈ ഫലാനി. ഫലാനി. ഇനി ഇവിടെ എന്നുള്ളതിന് അവിടെ നമ്മൾ പഠിച്ചു അത്ര തത്ര. ഇവിടെ എന്നുള്ളതിന് അത്ര. അത്ര. ഇനി ഇത് ആരോടാ പറയണത്, ഒരു മൂന്നാമതൊരാളല്ലേ, രണ്ടാമതൊരാളല്ലേ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ത്വം വരും. ത്വമ്മാണ് അല്ലേ. പതന്തി ഫലാനി അത്ര കൊണ്ടുവരൂ. ആനയത്തു ആനയത്താം ആനയന്തു. മധ്യപുരുഷം വന്ന് ആനയ. ആനയ. ഇതെല്ലാം ലോട്ടാണ്. കാരണം ആ രീതിയിൽ പറയുന്നതാണ്. കൊണ്ടുവരൂ അങ്ങനെ പറഞ്ഞൊരു ഓർഡർ കൊടുക്കും പോലെയാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഗുരു ഞങ്ങൾ കത്തുകൾ എഴുതട്ടെ. ഗുരുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പം ഗുരു അതങ്ങനെ തന്നെ. ഇനി ഞങ്ങൾ എന്നുള്ളതിന് അഹം ആവാം വയം. വയമാണ്. വയം. കത്തുകൾക്ക് എന്ത് പറയും, പത്രമാണ് കത്തുകൾ. പത്രം പത്രേ പത്രാണി. അപ്പം പത്രാണി. പത്രാണി. ഇനി അടുത്ത നോക്കിക്കോളൂ. എഴുതട്ടെ. എഴുതുക എന്നുള്ള ലിഖിതാതുവാണ് അല്ലേ. ലിഖത്തി ലിഖതഃ ലിഖന്തിയാണ് വർത്തമാനകാലം ലട്ട്. അപ്പോൾ ഇവിടെ ലോട്ട് എങ്ങനെ വരും, ലിഖതു ലിഖതാം ലിഖന്തു. പിന്നെ ഞങ്ങളാണത് ഉത്തമ പുരുഷനാണ്. അപ്പം ലിഖാനി ലിഖാവ ലിഖാമ. അപ്പോൾ ഇവിടെ ലിഖാമ. പത്രാണി ലിഖാമ. ലിഖാമ എഴുതട്ടെ. ക്വസ്റ്റ്യൻ രീതിയിലാണ്. അടുത്ത മനസ്സാലും വാക്കിനാലും കർമ്മത്താലും ഒരിക്കലും മോഷണം നടത്തരുത്. മനസ്സാലും വാക്കിനാലും കർമ്മം. അപ്പം മനസ്സ് വാക്ക് കർമ്മം അതിൻ്റെയൊക്കെ തൃതീയാണ് വരേണ്ടുന്നത്. മനസ്സാ ആണ് തൃതീയ. മനസ്സിനാൽ. പിന്നെ കോമ വാക്കിനാലും വാച മനസ്സാ വാച. ഇതും തൃതീയാണ്. ഇനി കർമ്മത്താലും കർമ്മണ. അപ്പോൾ ഇത്രയും തൃതീയ വന്നു. ഇനി എല്ലാം ചേർത്ത് വരണ്ടേ, എന്താണ് ഒരു ആൻഡ് വേണ്ടേ. അവസാനം ച. മനസ്സ വാച കർമ്മണ. വചസായും പറയാം വേണമെങ്കിൽ. മനസ്സ വചസായും പറയാം. അപ്പോൾ ഇവിടെ വാച അല്ലെങ്കിൽ വചസ പറയാം നമുക്ക്. വചസ.
മനസ്സ വചസ കർമ്മണാച്ച. മോഷണം എന്നുള്ളത് എന്താണ്? ഒരിക്കലും മോഷണം നടത്തരുത്. ഒരിക്കലും എന്നാണ് കദാപി, 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 ഒരിക്കലും, കദാപി. മോഷണം എന്നുള്ളത് ചൗര്യം, ചൗര്യം. അടുത്ത നോക്കിക്കോളൂ, നടത്തരുത്. ചൗര്യം എന്താണ്? നടത്തരുത് എന്നാണ് പറയുന്നത്. അത് പിന്നെ നടത്തുക എന്നുള്ളതിന് എന്തോന്നാണ്? അനുഷ്ഠിക്കുക, ആചരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അനുഷ്ഠിക്കുക, ആചരിക്കുക എന്ന് പറയാം. അപ്പം ഇവിടെ നടത്തരുത് എന്നാണ്. അരുത് എന്നുള്ളതിന് മാ എന്നൊരു വാക്കുണ്ട്. മാ. ഇനിയാണ് ആചരിക്കുക. അപ്പം ആർക്കാണ്? ആരോട് പറയണത്? അവനോട് പറയാണ്, തൊമ്മിൻ പറയാണ്. അപ്പം മാ ആചരത, ആചരിക്കരുത്. മാ ആചരത. അടുത്തത് അപ്പോൾ മനസ വചസ കർമ്മണാച്ച കദാപി ചൗര്യം മാ ആചരത. അടുത്ത, നിങ്ങൾ എല്ലാവരുടെ പേരുകൾ ക്രമമായി എഴുതൂ. നിങ്ങളാകുമ്പോൾ നിങ്ങൾ ബഹുവചനമാണ്. ത്വം യുവാം യൂയമാണല്ലേ, യൂയം. ഇനി എല്ലാവരുടെയും എങ്ങനെ പറയും? എല്ലാവരുടെയും സർവേ. അപ്പോൾ അവിടെ എല്ലാവരുടെയും എന്ന് പറയുമ്പോൾ ഷഷ്ടി ഏകവചനമാണ് വരുന്നത്, ഷഷ്ടി ബഹുവചനമാണ് വരുന്നത്. അപ്പോൾ സർവേ ശബ്ദമാണ്, സർവശബ്ദമാണ്. അപ്പോൾ അതിൻ്റെ ഷഷ്ടി ബഹുവചനം സർവേഷാം. യൂയം സർവേഷാം. ഇനി പേരുകൾ എന്നുള്ളതിന് പേരിന് നാമശബ്ദമാണ്. നാമാനി, നാമാനി, നാമാനി. ഇനി ക്രമമായി എന്നുള്ള ക്രമശഃ, ക്രമശഃ, ക്രമശഃ. അടുത്ത എന്തോന്നാണ്? ലിഖ് ധാതുവിൽ എഴുതൂ. അത് നിങ്ങൾ എഴുതൂ എന്നൊരു ഇത് കൊടുക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയില്ലേ, എഴുതൂ. ലിഖ് ധാതുവാണ്. അപ്പോൾ എഴുതൂ എന്നുള്ളതിന് എന്ത് പറയും? ലിഖ് ധാതുവിൻ്റെ ലിഖതു, ലിഖതാം, ലിഖന്തു, ലിഖ, ലിഖതം, ലിഖത, ലിഖാനി, ലിഖാവ, ലിഖാമ. അപ്പോൾ അവിടെ പിന്നെ അത് മധ്യമ പുരുഷനാണ് വരേണ്ടത്. അപ്പം ലിഖതു, ലിഖതാം, ലിഖന്തു, ലിഖ, ലിഖതം, ലിഖത, ലിഖതയാണ്, ലിഖത. അപ്പം യൂയം സർവേഷാം നാമാനി, യൂയം സർവേഷാം നാമാനി ക്രമശഃ ലിഖതു. നിങ്ങൾ എല്ലാവരുടെ പേരുകൾ ക്രമമായി എഴുതൂ. മനസ്സിലായില്ലേ? അപ്പം ലോട്ടാണ് ഇത്രയും. കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും ലോട്ടാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.